രാധേ രാധേ. ഭീമന്റെ മകനായ ഘടോൽക്കജന്റെ പുത്രനാണ് ബർബരികൻ. അപ്പോൾ ബർബരികന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അസാമാന്യനായ ഒരു യോദ്ധാവായിരുന്നു ബർബരികൻ. ബർബരികൻ മഹാഭാരത യുദ്ധ സമയത്ത് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രതിജ്ഞ എന്താന്ന് വെച്ചാൽ ആരാണോ ദുർബലമായ പക്ഷം ആ പക്ഷത്തിന്റെ കൂടെ താൻ നിൽക്കും എന്ന്. ഇത് കേട്ടിട്ട് ശ്രീകൃഷ്ണന് വല്ലാതൊരു ഭയം തോന്നി. കാരണം എന്താന്ന് വെച്ചാൽ ബർബരികൻ ഏത് പക്ഷത്താണോ നിൽക്കുന്നത് ആ പക്ഷം വല്ലാതെ ശക്തമാകും, അപ്പോൾ അടുത്ത പക്ഷം ദുർബലമാവും. അപ്പോൾ ബർബരികൻ ആ ദുർബലമായ പക്ഷത്തിലേക്ക് യുദ്ധം ചെയ്യാൻ പോകും. അങ്ങനെ യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല, ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ശ്രീകൃഷ്ണൻ വല്ലാതെ ഭയപ്പെട്ടത്. അപ്പോൾ എങ്ങനെ ബർബരികനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റണം? അപ്പോൾ അതിനായി ശ്രീകൃഷ്ണൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബർബരികൻ ആദ്യത്തെ ദിവസം യുദ്ധത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ശ്രീകൃഷ്ണൻ വഴിയിൽ വെച്ച് ബർബരികനെ കണ്ടുമുട്ടി. ബർബരികൻ അസാമാന്യനായ ഒരു കൃഷ്ണഭക്തൻ കൂടിയായിരുന്നു. അപ്പോൾ കൃഷ്ണനെ കണ്ടിട്ട് ബർബരികൻ പ്രണമിച്ചു. അപ്പോൾ യുദ്ധത്തിലുള്ള നിന്റെ കഴിവ് എനിക്കൊന്ന് കാണണം എന്ന് കൃഷ്ണൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ബർബരികൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൻ്റെ കയ്യിലുള്ള അമ്പും വില്ലും എടുത്ത് അമ്പ് ഇങ്ങനെ തൊടുക്കുന്നു തൊട്ടടുത്തൊരു മരത്തിലേക്ക്. അപ്പോൾ അമ്പ് പോയി ആ മരത്തിൽ പോയിട്ട് എല്ലാ ഇലകളും ഇങ്ങനെ പൊഴിഞ്ഞ് ശ്രീകൃഷ്ണന്റെ പാദപൂജ പോലെ മുഴുവൻ ഇലകളും വന്ന് കൃഷ്ണന്റെ പാദത്തിലേക്ക് വീഴുന്നു, ഒരു പാദപൂജ പോലെ. വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. കൃഷ്ണന് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു, ഒപ്പം ഭയം കൂടുകയും ചെയ്തു. അപ്പോൾ ബർബരികൻ പറഞ്ഞു, അങ്ങയോട് ഞാൻ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ശരി, നിന്റെ ഭക്തി എനിക്ക് മനസ്സിലായി, നീ അസാമാന്യനായ കൃഷ്ണഭക്തനാണ്, നീ എനിക്ക് എന്താണ് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബർബരികൻ അത്യധികം ഭക്തിയോടുകൂടി ഇങ്ങനെ പറയുന്നു, ഞാൻ എന്തും തരാൻ തയ്യാറാണ്, എൻ്റെ ഈ തല പോലും അങ്ങയ്ക്ക് വേണ്ടി തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഈ തല തന്നെയാണ് എനിക്ക് വേണ്ടതെന്ന്. അപ്പോൾ ബർബരികൻ ഒട്ടും തന്നെ മടിക്കാതെ തൻ്റെ തല വെട്ടിക്കൊടുക്കുന്നു ശ്രീകൃഷ്ണന്. അപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മഹാഭാരത യുദ്ധം 18 ദിവസവും ഈ ബർബരികന്റെ തല ഇങ്ങനെ സാക്ഷിയായി അവിടെ തന്നെ എല്ലാം കണ്ടുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസത്തെ യുദ്ധവും കഴിഞ്ഞ് 18 ദിവസവും കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണൻ ബർബരികനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ യുദ്ധത്തിൽ ആരാണ് എല്ലാം ചെയ്തത്, ആരെയാണ് നീ യുദ്ധം ചെയ്യുന്നതായി കണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബർബരികൻ പറയുന്നു, ഈ യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ മാത്രമാണ് യുദ്ധം ചെയ്തത്, എല്ലായിടവും കൃഷ്ണമയമായിരുന്നു, കൃഷ്ണൻ മാത്രമാണ് ഞാൻ കണ്ടത് എന്ന് ബർബരികൻ മറുപടി പറയുന്നു.